ഓരോ വർഷം പിന്നിടുമ്പോഴും കഴിഞ്ഞ വർഷം മികച്ച വിജയം നേടിയ സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ആക്ഷൻ സിനിമകൾ, ത്രില്ലറുകൾ എന്നിങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള സിനിമകളാകും പ്രേക്ഷകർ പ്രധാനമായും ഏറെ ഇഷ്ടപ്പെടുന്നതും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2024 ഇന്ത്യൻ സ്ക്രീനുകളിൽ ചോര പടർന്ന വർഷമാണെന്ന് പറയാം. 2023 ഡിസംബർ 1 റിലീസ് ചെയ്ത സിനിമയാണെങ്കിലും അനിമൽ എന്ന സിനിമയായിരുന്നു ഇതിനെല്ലാം തുടക്കം കുറിച്ചത്. ഇന്ത്യൻ ബിഗ് സ്ക്രീനിൽ അഡൽട്ട് ഓൺലി എന്ന ബോർഡ് വെച്ചാലും പ്രേക്ഷകർ കയറുമെന്നും സിനിമ വിജയിക്കുമെന്നും പഠിപ്പിച്ചത് അനിമൽ തന്നെയായിരുന്നു. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വലിയ വിജയം സിനിമ കാഴ്ചവെച്ചപ്പോൾ വയലൻസിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത രീതിയിൽ കിൽ എന്ന സിനിമയും വലിയ വിജയമായി മാറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വയലൻസുള്ള സിനിമയെന്ന ലേബലിലാണ് കിൽ വന്നത്. പുതുമുഖങ്ങളെ അണിനിരത്തി സിനിമ ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കുകയും ചെയ്തു. ഈ സിനിമകൾക്കെല്ലാം ശേഷമാണ് മലയാളത്തിൽ നിന്നും മാർക്കോ എന്ന സിനിമ കൂടി എത്തുന്നത്. മലയാളത്തിലെ ഏറ്റവും വയലൻസുള്ള സിനിമയെന്ന ടാഗ്ലൈനിലൂടെയാണ് സിനിമ എത്തിയത്. 10 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ മലയാളത്തിന് പുറമെ ബോളിവുഡിലും മികച്ച നേട്ടമാണ് ചിത്രത്തിന് നേടാനായത്. മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വയലന്റായ സിനിമയെന്നാണ് മാർക്കോ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഹിന്ദിയിൽ 50-ൽ താഴെ സ്ക്രീനുകളിലെത്തിയ സിനിമ ഇപ്പോൾ 350-ന് മുകളിൽ സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.